പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇവിടെ നിന്ന് കശ്മീരിൽ നിന്ന് ഈ വിനോദസഞ്ചാരികൾ കൂട്ടത്തോടുകൂടി പുറത്തേക്ക് തിരികെ പോകുന്നുവെന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോഴും ഈ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ശ്രീനഗറിലുള്ളത്. ശ്രീനഗറിലെ ലാൽ ചോക്കിൽ വെച്ച് ഞങ്ങൾ കണ്ട കുറച്ച് മലയാളി കുടുംബങ്ങളെ കാണാം. പേരെന്താ? തൃശ്ശൂർ. ഇന്നലെ എവിടെയായിരുന്നു ഈ ഭീകരാക്രമണം നടക്കുന്ന സമയം? പഹൽഗാമിലുണ്ടായിരുന്ന ഞങ്ങളുണ്ടായിരുന്നപ്പോൾ ഖുറൈസ് വാലിയിലായിരുന്നു. ഇവിടെ നിന്ന് ഒരു 128 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു സ്ഥലം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പിന്നെ വരുമ്പോൾ ഫുൾ പ്രൊട്ടക്ഷനായിരുന്നു. എസ്കോർട്ട് കൂടിയിട്ടൊക്കെ വന്നിട്ടുള്ളത്. ഫുൾ ടീം അങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ നിങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നല്ലേ? അല്ല, പരിചയപ്പെട്ടാണ്. നാട്ടിലെവിടെ? നാട്ടിൽ കണ്ണൂരാണ്. കണ്ണൂർ തലപ്പുറമ്പ് അഷ്റഫ്. നമ്മളൊരു ഗ്രൂപ്പായിട്ട് വന്നതാണ്. ഈ രാധാകൃഷ്ണൻ, ഇതെല്ലാം കണ്ണൂരാണ്. ലാല്. ഇന്നലെ എവിടെയായിരുന്നു? ഇന്നലെ നമ്മൾ റണ്ണിങ്ങിലാണ്. രാത്രി 10 മണിക്കാണ് ഇവിടെ എത്തിയത്. ലേറ്റായിട്ട് വന്നത്. ഒന്നാമത് ആ വഴി അടച്ചത് കൊണ്ട് കുറേ ചുറ്റിയാണല്ലോ, 200 കിലോമീറ്ററോളം ചുറ്റിയിട്ടാണ് ഇവിടെ എത്തിയത്. ഈ ഭീകരാക്രമണത്തിനെ കുറിച്ചൊക്കെ കേട്ടപ്പം പേടിച്ചോ? വീട്ടിലെല്ലാവരും ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ വിളിച്ചാൽ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായി അവർക്ക്. ഇന്ന് എങ്ങനെ തോന്നി? കാരണം ഇന്നിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, നാട്ടിലെല്ലാവരും ആ ഒരു പേടി നമുക്ക് ഇവിടെ ഞങ്ങൾക്കില്ല പേടി. നാട്ടിലെല്ലാവർക്കും ഭയങ്കര പേടിയാന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ. ഇവിടെ അങ്ങനത്തെ ഒരു വിഷയങ്ങൾ നമുക്ക് തോന്നുന്നില്ല. പക്ഷേ പോലീസ് ചെക്കിങ്, മിലിറ്ററി ആ ഒരു ചെക്കിങ് കാര്യങ്ങളുണ്ട് എന്നല്ലാണ്ട് അങ്ങനത്തെ ഒരു ഭയാനകമായ അന്തരീക്ഷമില്ല. സാധാരണ നമ്മുടെ നാട്ടിൽ ബന്ധൊക്കെ ആണെങ്കിൽ പൂർണ്ണമായി അടിച്ചിടും, ഹർത്താൽ എല്ലാം ഉണ്ടാവും. ഇതൊന്നുമില്ല. കേരളത്തിലൊരു ബന്ധു പോലെയൊന്നും. കേരളത്തിലെ ബന്ധു പോലെയൊന്നുമല്ല. പേടിച്ചോ ഇന്നലെ? മനസ്സിലായോ ഇന്നലെ എന്താണ് നടന്നത്? ഇന്ന് രാവിലെ മനസ്സിലായത്. മോൾ എത്രയല്ല പഠിക്കുന്നത്? ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന ഒരു 2-3 ലേഡീസ് നമ്മൾ കൊച്ചിയിലുണ്ടായിരുന്ന അവരുണ്ടായിരുന്നു, നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. പഹൽഗാമിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു പോയത് അവർ ഉള്ളോട്ട് കയറിയിട്ടാണ് എല്ലാം അങ്ങനെ പറയുന്നുണ്ട്. രക്ഷപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവരിപ്പോൾ എവിടെ ഉണ്ട്? അവർ ഞങ്ങൾ എവിടെ കണ്ടവരെ അസർ പള്ളിയിലുണ്ടായിരുന്നു. അപ്പോൾ അവരെ ബാത്റൂമിൽ കയറിയ സമയത്താണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ബാത്റൂമിൽ നിന്ന് അപ്പോൾ മിലിറ്ററിക്കാർ അപ്പടെ രക്ഷപ്പെടുത്തുന്നത്. പെട്ടെന്ന് വണ്ടി കയറി പോകണമെന്ന് പറഞ്ഞിട്ടേ. എന്നാ മുടക്കണേ? ഞങ്ങൾ 2 ദിവസം ഇവിടെ ഉണ്ട്.